കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ക്വാളിറ്റി ഐറ്റം തന്നെയല്ലേ? ഒറിജിനൽ ഐറ്റം തന്നെയാണ് മാഡം. ഇതെങ്ങാനും ഫെയിൽ ആകില്ലല്ലോ? ഇല്ല മാഡം, ഉറപ്പായിട്ട് ഇത് വർക്കൗട്ട് ആവും. താങ്ക്സ്. പേയ്മെന്റ് ഫോൺ വഴി അയക്കാം. പൊക്കോ. ഓക്കെ മാഡം. എടുക്ക്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നേ? പഴയ കാലത്ത് വെയിലത്ത് മാഗ്നിഫൈയിങ് ഗ്ലാസ് വെച്ച് തീ കത്തിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ടെക്നോളജിക്ക് മാറി ആന്റി. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ലൈറ്റ് കിട്ടുന്നത് പോലെ ദേ ഈ ലേസർ ഗൺ സെറ്റ് ചെയ്ത് അതിന്റെ നടുവില് ഈ മാഗ്നിഫൈയിങ് ഗ്ലാസ് പിടിച്ചാ ഈ കണ്ണാടിയിലൂടെ പോകുന്ന ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തീ പിടിക്കാൻ ഇടയാക്കും. സെക്കൻഡ്സിനകത്ത് തീ കത്തും. എന്നുവെച്ചാ ആ കലശത്ത് തീ പിടിക്കോ? ആ പിടിക്കൂ ആന്റി. നമുക്കൊരു തവണ ചെക്ക് ചെയ്താത്തോണ്ടുപോവാം. ആ ശരി. ആന്റി ഇത് നിങ്ങൾ പിടിക്കും. അങ്ങനെയല്ല ആന്റി, അതിലൊരു ബട്ടൺ ഇല്ലേ, അതിൽ അമർത്തി പിടിക്കേ. ഇങ്ങനെയാണോ?
അയ്യോ 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 കലശത്ത് തീ പിടിച്ചെന്ന് പറഞ്ഞ ഈശ്വരന് തന്നെ ദേഷ്യായി. ഇങ്ങനെ നടക്കുമെന്ന് കണ്ടിട്ടാ ദൈവം എനിക്ക് തുമ്മലിന്റെ രൂപത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. ഇത് ദൈവകോപമല്ല, എന്റെ ശാപം. ഉടനെ ഈ ഫംഗ്ഷൻ നിർത്തണം. അതെ അഭി, ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഈ ഫംഗ്ഷൻ നടത്തുന്നത് നല്ലതിനല്ല മോനെ. അതേടാ അബി, നിർത്തിയേക്കാം. നമുക്ക് നിർത്താം അബി. നിർത്തിയാലോ ഏട്ടാ? ശരി, നിർത്താം. ഇത് നോക്ക്, ഇതുപോലെ തന്നെ ചെയ്യണം. ആ ഫംഗ്ഷൻ എന്തായാലും മുടങ്ങണം. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്ന ദത്തെടുക്കൽ ചടങ്ങ് മുടങ്ങിപ്പോവും. എനിക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ലടി. ആ വാസു ഉണ്ണി കരയുന്നത് എനിക്ക് കാണണം. വാ ആന്റി, അകത്ത് പോയി നോക്കാം. ആ ആരും കാണാതെ വെക്ക്. ഇവിടെ നിന്ന് ചെയ്യാം. ചേ ആ വേഗം ആ മാഗ്നിഫൈങ് ഗ്ലാസും ലെൻസും സെറ്റ് ചെയ്. ഓക്കെ ആന്റി. ഇപ്പൊ ഈ ലേസർ ഓണാക്കി മാഗ്നിഫൈങ് ഗ്ലാസും വെച്ചാ ആ കലശത്തിൽ ഉറപ്പായിട്ടും തീ പിടിക്കും. ഇനി ഒരു മിനിറ്റ് നിക്ക്. തെത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഓണാക്കിയാ മതി. എന്നാലേ അതൊരു അപശകനാണെന്ന് എല്ലാവർക്കും തോന്നത്തുള്ളൂ. ഓൺ ആക്കട്ടോ ആന്റി? അയ്യോ ഇപ്പൊ വേണ്ട, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്. तच्छंयोरा वृणीमहे गातुं यज्ञाय गातुं यज्ञपतये दैवी स्वस्तिरस्तुनः स्वस्तिर्मानुषेभ्यः ऊर्ध्वं जिगातु भेषजं शन्नो अस्तद्विपदे शं चतुष्पदे. ഓം ശാന്തി ശാന്തി ശാന്തി. സാറേ, ഇതോടെ പൂജയെല്ലാം പൂർണ്ണമായി. ഇനി ദത്തെടുക്കൽ ചടങ്ങ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേൽക്കൂ. ആന്റി ഓൺ ആക്കുവാണേ. ഒന്ന് നിക്കടി, കുറച്ചുകൂടി കഴിയട്ടെ. മോനെ, ആ കൈ കാണിക്കൂ. ഓം ശ്രീമന്മഹാഗണാധിപതയേ നമഃ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ. ദത്തത സ്വീകാര ശുഭസമയേ സൂര്യാദീനാം നവാനാം ഗ്രഹാണാം അത്യന്ത ആനുകൂല്യത ഫലസിദ്ധിരസ്തു. ഇതാണ് കറക്റ്റ് സമയം. ഇതാ ആന്റി, ഇത് പിടിക്ക്.
കുറച്ച് ബാക്കിലേക്ക് പോ 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 പോ, പോ. ॐ हिरण्यवर्णां हरिणीं सुवर्णरजतस्रजां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो ममावह ताम् आवह जातवेदो लक्ष्मीमनपगामिनीं यस्यां हिरण्यं विन्देयं गामश्वं पुरुषानहम् अश्वपूर्वां रथमत्यां हस्तिनाथप्रबोधिनीं श्रियं देवीमुपह्वये श्रीर्मा देवी जुषतां तां सोऽस्मितां हिरण्यप्राकारामार्द्रां ज्वलन्तीं तृप्तां तर्पयन्तीम् അനക്കല്ലടി. നേരെ പിടിക്ക്, അനക്കാതെ. ഒരുമിച്ച് നിക്ക ആന്റി. നീ എന്തായി കാണിക്കുന്ന? അതിപ്പോ കഴിയും. നേരെ പിടിക്കടി. അതിന്റെ ഇടയിൽ ആരൊക്കെ വരുമോ ആന്റി? ഇടി ആര് വന്നാലും കുഴപ്പമില്ല. ആ ലെൻസ് നടുക്കോട്ട് വെക്ക്. വേഗം വേഗം. എന്തിനാ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നെ? ഒന്ന് നിക്ക ആന്റി. കറക്റ്റ് സ്പോട്ടിൽ വെക്ക്, സ്പോട്ടിൽ വെക്ക്. നീ എന്താടി കാണിക്കുന്നേ? സോറി ആന്റി, കയ്യിന്ന് തെന്നി താഴേക്ക് പോയി. മോനെ, ഈ നിമിഷം മുതൽ ഈ കുഞ്ഞിനെ നിന്റെ ദത്തുപുത്രനായി നീ അംഗീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ഇവൻ നിങ്ങളുടെ സ്വന്തം മകനാ, നിങ്ങളുടെ വംശത്തിന്റെ പിൻഗാമിയാ. നിങ്ങളുടെ വംശം തഴച്ചു വളരും. നിങ്ങളുടെ പരമ്പരയ്ക്ക് പിതൃദൈവ കാര്യങ്ങൾക്ക് യോജിച്ചവൻ. നിങ്ങളുടെ വംശസമ്പ്രദായത്തിന് കുടുംബവഴക്കമനുസരിച്ച് ഈ വംശത്തിന്റെ പിൻഗാമിയാണിവൻ. ശുഭമസ്തു.
എല്ലാവരും കുട്ടിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞോ? ഇനി ഒരാളെ കൂടി ബാക്കിയുണ്ട് സ്വാമി. അതാരാ മോനെ? എന്റെ അമ്മമ്മ കൂടി എന്നെ അനുഗ്രഹിക്കാനുണ്ട് സ്വാമി. ആ അർച്ചന ഇങ്ങ് തന്നോളൂ. ഇപ്പൊ വേണ്ട ഉണ്ണി. ഇപ്പോഴല്ലേ അപ്പൂപ്പ പൂജയൊക്കെ കഴിഞ്ഞത്? ഇപ്പോഴല്ലേ നിങ്ങൾ എല്ലാരും എന്നെ അനുഗ്രഹിച്ചതും? അമ്മമ്മയും എന്നെ ഇപ്പോഴല്ലേ അനുഗ്രഹിക്കേണ്ടത്? അമ്മൂമ്മ ദേഷ്യത്തിലാ മോനെ. അത് സാരമില്ല അപ്പൂപ്പ. നീ അങ്ങോട്ട് ചെന്നാ ദേഷ്യപ്പെടും. അമ്മമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞാലും അതെനിക്ക് അനുഗ്രഹം മാത്രമാണ് അപ്പൂപ്പ. അതെ സ്വാമി, ആ അർച്ചന ഇങ്ങ് തന്നോളൂ. ഉണ്ണി ഉണ്ണി അമ്മമ്മേ, എന്നെ ഇപ്പോ അനുഗ്രഹിക്കോ അമ്മമ്മേ? എല്ലാരും എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അമ്മമ്മയും കൂടി അനുഗ്രഹിച്ച അതെനിക്ക് ഒരുപാട് സന്തോഷാവും അമ്മമ്മേ. നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണമെന്നാ? നിനക്കൊരച്ഛനെ കിട്ടി, പക്ഷേ എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടു. അതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കണോ? കുടുംബം മുഴുവൻ ഇപ്പൊ നിന്റെ കൂടെയാ, പക്ഷേ എനിക്കൊപ്പോ ആരുമില്ല. അതിനും ഞാൻ നിന്നെ അനുഗ്രഹിക്കണോ? എനിക്കിഷ്ടമില്ലാത്ത, എന്റെ തീരുമാനത്തിനെതിരായ, എനിക്ക് താല്പര്യമില്ലാതെ നടന്ന ഈ കാര്യത്തിന് ഞാൻ എങ്ങനെ അനുഗ്രഹിക്കുന്നേ? ഞാൻ ജീവനോടെ ഉണ്ടെന്ന കാര്യം പോലും എല്ലാവരും മറന്നുപോയി. ഇല്ല അമ്മേ, ഒന്നും മാറിയിട്ടില്ല. പഴയതുപോലെ തന്നെയല്ല. മുമ്പത്തെ പോലെയോ? നീ വരുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെ ഉണ്ടായിരുന്നു അറിയുവോ? എന്റെ 3 കുട്ടികളും എന്നെ അനുസരിക്കുമായിരുന്നു. എന്റെ ഭർത്താവ് എന്റെ വാക്കിനൊരു വില തരുമായിരുന്നു. എന്റെ മൂത്ത മരുമകൾ ഭാവന എന്നെ എതിർത്ത് സംസാരിക്കില്ലായിരുന്നു. ഇപ്പോ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? എല്ലാരും നീ മാറ്റിയല്ലോ. എല്ലാവരും നീ പറയുന്നത് മാത്രമേ കേൾക്കൂ. ഈ വീട്ടിൽ നീയാണല്ലോ യജമാനത്തി. എന്റെ അമ്മ അങ്ങനത്തെ ഒരാളല്ല അമ്മമ്മ. എന്റെ അമ്മ ആരെയും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. ആദ്യം നീ എന്നെ അമ്മൂമ്മ എന്ന് വിളിക്കുന്നത് നിർത്തിക്കോ.
നിന്റെ അച്ഛൻ നിനക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് അവന്റെ കാഴ്ചപ്പാടിൽ നീ അവന് മകനായിരിക്കാം. പക്ഷെ എന്റെ പേരക്കുട്ടി ആവില്ല. ഇത്രയും നാള് എന്റെ പേരക്കുട്ടിയായിട്ടാ നിന്നെ കണ്ടേ. എന്നാൽ ഈ നിമിഷം മുതൽ അങ്ങനെയല്ല. അങ്ങനെയല്ല അമ്മേ. നീയും ഇപ്പോ എന്റെ മരുമകളല്ല. എന്റെ വാക്ക് കേൾക്കുന്നവളാ എന്റെ മരുമകൾ. എന്റെ മനസ്സ് വേദനിപ്പിക്കാത്തവളാ എന്റെ മരുമകൾ. ഇപ്പൊ ഈ 2 ഗുണങ്ങളും നിനക്കില്ല. അതുകൊണ്ട് ഞാൻ നിനക്കാരുമല്ല. പൊയ്ക്കോളൂ. ഇനി മേലാൽ ഈ റൂമിലേക്ക് വരരുത്. എന്റെ കൺമുമ്പിൽ പോലും നീ ഉണ്ടാവരുത്. നിങ്ങളുടെ മുഖം എനിക്കിനി കാണണ്ട. ഇപ്പൊ ഇവിടെ ഇറങ്ങി പോവാൻ. അമ്മൂമ്മ പ്ലീസ് അമ്മൂമ്മ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മൂമ്മ. അമ്മൂമ്മ ഞങ്ങളോടൊപ്പം എന്തായാലും വേണം. അങ്ങനെ വേണ്ട. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞു. പൊക്കോ ഇവിടുന്ന്.